ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ എണ്ണയിലൊന്നും പൊരിക്കാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നേന്ത്രപ്പഴം, അതുപോലെ തന്നെ 2 കോഴിമുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നീട് നമ്മളിതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കുക. അധികം ടൈമൊന്നും വഴറ്റിയിട്ടെടുക്കണ്ട. കുറച്ച് ടൈമൊന്ന് പഴം ഒന്ന് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഒരു അരക്കപ്പോളം തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈമിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരപ്പാനി ഉരുക്കിയെടുത്തതാണ്. ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ശർക്കരയൊക്കെ ഒന്ന് പാനിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകിയിട്ട് കിട്ടണം കേട്ടോ. ഈ ടൈമിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1.5 സ്പൂണോളം മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാലാണ് കേട്ടോ. ഒരു കാൽ കപ്പോളം പാൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു സോസ് പാന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നെയ്യ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ നെയ്യ് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു അടിച്ചെടുത്ത ഒരു ബാറ്റർ അതിൽ നിന്ന് പകുതിയോളം നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു കൊടുക്കുക. തുറന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് ഈ ഒരു ബാറ്ററിന് മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഫില്ലിങ് മുഴുവനായിട്ടും ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഫില്ലിങ് വെച്ചിട്ട് പിന്നീട് അതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കി വരുന്ന അടിച്ച് വെച്ച ബാറ്റർ ബാക്കിയുള്ളതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് വെന്തുക്കണമെന്ന് അറിയാനുമില്ല. ടൂത്ത് പിക്ക് വന്നിട്ട് കുത്തി നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സൈഡ് വിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മുകൾ ഭാഗം ഒന്ന് നമുക്ക് വേറൊരു പാനിലേക്ക് നെയ്യ് തടവിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്തത് കൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.